മെഡിക്കലും എഞ്ചിനീയറിംഗുമെല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. നീറ്റ് UG 2023 മെയ് 7 ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. അവസാന തീയതി ഏപ്രിൽ 6. MBBS BDS മൊത്തം സീറ്റുകളും നീറ്റിന് ലഭിക്കുന്ന മാർക്ക് അനുസരിച്ച് വിദേശത്ത് MBBS പഠനത്തിന് ശേഷം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനും നീറ്റിന് യോഗ്യത നേടണം. വെറ്റിനറി, BAMS, BHMS പ്രവേശനത്തിനും നീറ്റ് നിർബന്ധം. അഗ്രികൾച്ചർ പ്രവേശനം നീറ്റിൽ നിന്നും CUET-യിൽ നിന്നും. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനം CUET-യിൽ നിന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 12 വരെ. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാം ICAR ഈ വർഷം ഇല്ല. JEE മെയിൻ രണ്ടാമത്തെ സെഷൻ എക്സാം ഏപ്രിൽ 6 മുതൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 12 വരെ. JEE അഡ്വാൻസ് ജൂൺ 4. കേരളത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള അപേക്ഷ മാർച്ച് 15 ശേഷം. എഞ്ചിനീയറിംഗ് എൻട്രൻസ് മെയ് 17. CMC വെല്ലൂർ MBBS BSc നഴ്സിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. ഏപ്രിൽ 3 വരെ അപേക്ഷിക്കാം. BSc നഴ്സിംഗ് പ്രവേശനം എയിംസ്, നീറ്റ് പ്രവേശന പരീക്ഷകളിൽ നിന്നും കേരളത്തിൽ പ്രത്യേക പരീക്ഷയ്ക്ക് സാധ്യത. കുസാറ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഏപ്രിൽ 29 മുതൽ മെയ് 1 വരെ ഓൺലൈനായി നടക്കും. അപേക്ഷ മാർച്ച് 10 വരെ. ബിറ്റ്സാറ്റ് 2023 2 അവസരങ്ങൾ മെയ് ജൂൺ മാസങ്ങളിൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 9 വരെ. നൈസർ നെസ്റ്റ് ജൂൺ 24, ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി 27 മുതൽ മെയ് 17 വരെ. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അപേക്ഷകൾ ക്ഷണിച്ചു. വാർത്തകൾ വിശദമായി. MBBS BDS ഉൾപ്പെടെ ബിരുദതല മെഡിക്കൽ പ്രവേശനത്തിനുള്ള രാജ്യത്തെ ഏക പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2023 മെയ് 7 ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5:20 വരെ രാജ്യത്തിനകത്തും പുറത്തുമായി NTA തയ്യാറാക്കുന്ന വിവിധ എക്സാം സെൻറ്ററുകളിൽ ഓഫ്ലൈൻ രീതിയിലാണ് ഈ വർഷവും പരീക്ഷ. ഈ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്കായുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചു. ഏപ്രിൽ 6 വരെ ഓൺലൈനായി അപേക്ഷിക്കുവാനും അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിനുമുള്ള സൗകര്യം വെബ്സൈറ്റിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കുമ്പോൾ ഓരോ കുട്ടിക്കും ലഭിക്കുവാൻ സാധ്യതയുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, OBC, EWS, SC, ST എന്നിവയും കാൻഡിഡേറ്റ് PWD വിഭാഗത്തിലാണെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. ഇന്ത്യയിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ ജനറൽ വിഭാഗത്തിന് 1700 രൂപയും OBC, EWS വിഭാഗത്തിന് 1600 രൂപയും SC, ST വിഭാഗത്തിന് 1000 രൂപയുമായിരിക്കും പരീക്ഷാ ഫീസ്. വിദേശത്ത് 14 പരീക്ഷാ കേന്ദ്രങ്ങളാണ് NTA അനുവദിച്ചിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ എഴുതുന്നത് എങ്കിൽ ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് പ്രസൻറ്റ് അഡ്രസ് വിദേശത്തുള്ള സ്ഥലം കാണിച്ചിരിക്കണം. പരീക്ഷ എവിടെ എഴുതുന്നു എന്നത് മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തിനെ ഒരു തരത്തിലും ബാധിക്കുകയുമില്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച കുട്ടികൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുവാൻ ഏപ്രിൽ 6 ശേഷം ഒരാഴ്ച സമയം അനുവദിക്കും. അതിനുശേഷം ഏപ്രിൽ 25 നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും മെയ് 7 ഉച്ചകഴിഞ്ഞ് 1:30 മുമ്പായി അഡ്മിറ്റ് കാർഡും ഒരു ഫോട്ടോ ID പ്രൂഫുമായി പരീക്ഷാ ഹാളിൽ ഹാജരായിരിക്കണം. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG പരീക്ഷയ്ക്ക് യോഗ്യത നേടുന്നവർക്ക് മാത്രമേ ഇന്ത്യയിലെ MBBSനും BDSനും പ്രവേശനത്തിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിനും NRI സീറ്റുകളിലുമാണ് പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും നീറ്റിന് യോഗ്യത നേടിയിരിക്കണം. വിദേശത്ത് MBBS പഠനം നടത്തിയതിനു ശേഷം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും നീറ്റ് പരീക്ഷയിലൂടെ യോഗ്യതാ മാർക്ക് നേടിയിരിക്കണം. ഓരോ വർഷം മൊത്തം പരീക്ഷ എഴുതുന്നവരുടെ പകുതി കുട്ടികളെയാണ്
നീറ്റിന് ജനറൽ വിഭാഗത്തിൽ യോഗ്യരാക്കുന്നത്. അതായത് 50% സ്കോർ ഉള്ളവർക്ക് MBBSനും BDSനും അർഹത ലഭിക്കും. OBC, EWS, SC, ST വിഭാഗത്തിന് 40% സ്കോറാണ് യോഗ്യതാ മാനദണ്ഡം. കഴിഞ്ഞ വർഷം ആകെയുള്ള 720 മാർക്കിൽ 117 മാർക്കും 93 മാർക്കും മേടിച്ച കുട്ടികൾക്ക് ജനറൽ വിഭാഗത്തിലും റിസർവേഷൻ വിഭാഗത്തിലും യഥാക്രമം യോഗ്യത നേടുവാൻ സാധിച്ചിരുന്നു. കേരളത്തിലെ 2 വെറ്റിനറി കോളേജുകളിലെ മൊത്തം സീറ്റുകളും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 42 ഗവൺമെൻറ് വെറ്റിനറി കോളേജുകളിലെ 15% സീറ്റുകൾക്കും പ്രവേശനം ലഭിക്കുന്നതിനും BAMS, BHMS, ഫിഷറീസ്, ഫോറസ്ട്രി എന്നിവയുടെ മൊത്തം സീറ്റുകൾക്കും മെയ് 7 നടക്കുന്ന നീറ്റ് എക്സാമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ സീറ്റുകളും ഓൾ ഇന്ത്യ സീറ്റുകളും നീറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. എന്നാൽ കേരളത്തിലെ 4 അഗ്രികൾച്ചർ കോളേജുകളിലെ 85% സീറ്റുകൾ നീറ്റിൻ്റെ മാർക്കിലൂടെ ലഭിക്കുന്ന കേരള മെഡിക്കൽ റാങ്കിൽ നിന്നും പ്രവേശനം ലഭിക്കുമ്പോൾ ഓൾ ഇന്ത്യ തലത്തിലെ 50 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള സീറ്റുകൾക്ക് CUET പ്രവേശന പരീക്ഷയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ ആയിരിക്കും ഈ വർഷം പരിഗണിക്കുക. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാം ICAR ഉണ്ടാവുകയില്ല. പകരം മെയ് 21 മുതൽ 31 വരെ നടക്കുന്ന CUET എൻട്രൻസ് എക്സാമിൽ നിന്നാണ് പ്രവേശനം. മാർച്ച് 12 വരെ CUET.samarth.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ഓൾ ഇന്ത്യ തലത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ 11 കോഴ്സുകളിലെ 15% സീറ്റുകളാണ് CUET NDA സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കുന്നത്. അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, കമ്മ്യൂണിറ്റി സയൻസ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി എന്നീ കോഴ്സുകൾക്കാണ് പ്രവേശനം ലഭിക്കുന്നത്. മെയ് 21 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ 3 ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും CUET ഓൺലൈൻ എൻട്രൻസ് എക്സാം. അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്കാണ് പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ കുട്ടികൾ നിർബന്ധമായും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആയിരിക്കും CUET പ്രവേശന പരീക്ഷയിൽ എഴുതേണ്ടത്. ഈ 3ൻ്റെയും NDA സ്കോർ അനുസരിച്ച് CUET റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ കുട്ടികളും ICARexam.net എന്ന വെബ്സൈറ്റ് വഴി പ്രത്യേകം അപേക്ഷ സമർപ്പിച്ച് ആഗ്രഹമുള്ള കോഴ്സുകൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് 2023 ഇന്ത്യയിൽ ആകമാനമുള്ള 45 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കി നല്ല ജോലി നേടി ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും CUET എന്ന് പറയുന്ന ഒരു പ്രവേശന പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടതായി വരുമെന്ന് ഇതിനോടകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നിരവധി പ്രവേശന പരീക്ഷകളിൽ എല്ലാ വർഷവും വിജയം സൃഷ്ടിച്ച് രാജ്യത്തെ പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാലാ ബ്രില്യൻ CUET എന്ന പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികളെ 45ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്തിച്ച് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. നല്ലൊരു ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സ് നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ brilliantpala.org എന്ന വെബ്സൈറ്റിൽ കയറി CUET എന്ന് പറയുന്ന പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുക. ഈ വിവരം നന്നായി പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് നൽകുക. താങ്ക് യു. JEE Main 2023 രണ്ടാമത്തെ സെഷൻ ഓൺലൈൻ എൻട്രൻസ് എക്സാം ഏപ്രിൽ 6 മുതൽ 12 വരെയാണ് നടക്കുന്നത്. രണ്ടാമത്തെ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ JEEmain.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് 12 വരെ അപേക്ഷിക്കാം. ആദ്യ സെഷൻ്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും പുതിയതായി പരീക്ഷ എഴുതുന്നവർക്കും രണ്ടാമത്തെ സെഷൻ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ഏപ്രിൽ 25-നകം JEE Main ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. JEE Main പേപ്പർ 1-ന് നിശ്ചിത സ്കോർ ലഭിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട 1.25 ലക്ഷം കുട്ടികളും
OBC, SC, ST വിഭാഗത്തിൽപ്പെട്ട 1.25 ലക്ഷം കുട്ടികളും ഉൾപ്പെടെ 2.5 ലക്ഷം കുട്ടികൾക്കാണ് JEE അഡ്വാൻസ്ഡിന് അർഹത ഉണ്ടാവുകയുള്ളൂ. യോഗ്യത നേടുന്നവർക്ക് JEE അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം ജൂൺ 4 നടക്കും. യോഗ്യത നേടുന്നവർ ഏപ്രിൽ 30 മുതൽ മെയ് 5 വരെ jeeadv.ac.in എന്ന വെബ്സൈറ്റ് വഴി JEE അഡ്വാൻസ്ഡിന് വേണ്ടി പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം. JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് NIT, IIIT, GFTകളിലേക്കും JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് അനുസരിച്ച് IITകളിലേക്കും josa.nic.in എന്ന വെബ്സൈറ്റ് വഴി ജൂൺ അവസാന ആഴ്ച അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും പ്രവേശനം നേടുകയും വേണം. കീം 2023 ഓൺലൈൻ ആപ്ലിക്കേഷൻ അടുത്തയാഴ്ച ആരംഭിക്കുന്നു. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. MBBS ഉൾപ്പെടുന്ന മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, BPharm, ആർക്കിടെക്ചർ എന്നീ 4 കോഴ്സുകൾക്കാണ് കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ എന്നീ മെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി മെഡിക്കൽ എന്ന കോഴ്സിന് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് അല്ലാതെ വേറെ പ്രവേശന പരീക്ഷ കേരളത്തിൽ ഇല്ല. മെയ് 7 നടക്കുന്ന നീറ്റിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എഞ്ചിനീയറിംഗിനും BPharmനും പ്രവേശനം ആഗ്രഹിക്കുന്നവർ മെയ് 17 നടക്കുന്ന പ്രവേശന പരീക്ഷ എഴുതിയിരിക്കണം. എഞ്ചിനീയറിംഗിന് പ്രവേശന പരീക്ഷയുടെ മാർക്കും +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ 2ാം വർഷത്തെ മാർക്കും കൂടി പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ BPharmന് മെയ് 17 നടക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി പേപ്പർ 1ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പ്രവേശനം. ആർക്കിടെക്ചറിന് നേറ്റ നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മാർക്കും +2 മുഴുവൻ മാർക്കും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേരള എൻട്രൻസ് കമ്മീഷണർ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഓരോ കുട്ടിയും കീമിന് സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ കേരള എൻട്രൻസ് കമ്മീഷണർ വിദഗ്ധ പരിശോധന നടത്തുകയും അപാകതകൾ ഉള്ളവർക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ മെമ്മോ നൽകി അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള അവസരം നൽകുകയും ചെയ്യും. ക്രിസ്ത്യൻ വിഭാഗത്തിലെ കുട്ടികൾക്ക് മൈനോറിറ്റി റിസർവേഷൻ കൂടുതൽ ലഭിക്കുന്ന CMC വെല്ലൂർ MBBS പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. തമിഴ്നാട്ടിലെ സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജാണ് CMC വെല്ലൂർ. MBBS പ്രവേശനം നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. 50% സീറ്റുകൾ തമിഴ്നാട്ടിലുള്ള കുട്ടികൾക്ക് മാത്രമായി സംവരണം ചെയ്തിരിക്കുന്നു. ബാക്കി വരുന്ന 50 സീറ്റുകളിൽ 3 രീതിയിലുള്ള പ്രവേശനമാണ് നടക്കുന്നത്. എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഓപ്പൺ കോട്ട, ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രം ലഭിക്കുന്ന മാനേജ്മെൻറ്റ് കോട്ട, സ്റ്റാഫ് കോട്ട എന്നിവയാണ് അവ. 100 സീറ്റിലും 55,000 രൂപ മാത്രം വാർഷിക ഫീസ് ഈടാക്കുന്ന ഈ കോളേജിൽ മെഡിക്കൽ വിഭാഗത്തിലെ ഒരു സീറ്റ് ഏതൊരു കുട്ടിയുടെയും സ്വപ്നവുമാണ്. ഇതിനായി നീറ്റിന് അപേക്ഷിക്കുന്നതോടൊപ്പം CMC വെല്ലൂർ അഡ്മിഷൻസ് എന്ന വെബ്സൈറ്റിലും നീറ്റ് 2023 റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം TN മെഡിക്കൽ സെലക്ഷൻ എന്ന തമിഴ്നാട് ഗവൺമെൻറ് മാനേജ്മെൻറ്റ് കോട്ട വെബ്സൈറ്റിലും എല്ലാ കുട്ടികളും അപേക്ഷകൾ സമർപ്പിക്കണം. ഈ അധ്യയന വർഷത്തിൽ BSc നഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് വിവിധ പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം. 14 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ 850 സീറ്റുകളിൽ പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. എയിംസ് നഴ്സിംഗ് ഓൺലൈൻ എൻട്രൻസ് എക്സാം ജൂൺ 3 ഓൺലൈൻ ആപ്ലിക്കേഷൻ aimsexams.ac.in എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചു. അവസാന തീയതി മാർച്ച് 22. ജിപ്മർ, RAK, മൗലാന, ലേഡി ഹാർഡിൻ പോലെ 9 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ BSc നഴ്സിംഗ് പ്രവേശനം നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ്. റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്താൽ ഈ സീറ്റുകൾ ലഭിക്കും. കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും വിവിധ സ്വകാര്യ ആശുപത്രികളിലെയും BSc നഴ്സിംഗ് പ്രവേശനം ഈ വർഷം ഒരു പ്രവേശന പരീക്ഷയിൽ കൂടിയാക്കുവാൻ ആലോചനകൾ നടക്കുന്നു. കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രവേശനം.
AFMCയിലെ ഉൾപ്പെടെയുള്ള മിലിറ്ററി നേഴ്സിംഗിനും നീറ്റാണ് അടിസ്ഥാന യോഗ്യത. നീറ്റിന് ലഭിച്ച മാർക്കും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും മിലിറ്ററി നേഴ്സിംഗ് പ്രവേശനം. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇന്ത്യയിലെ പ്രമുഖ ക്യാമ്പസുകളാണ് ബിറ്റ്സിൻ്റെ പിലാനി, ഗോവ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലുള്ളത്. ഈ ക്യാമ്പസുകളിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഒരു വർഷം 2 അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 2023 മെയ് 22-നും ജൂൺ 18-നുമായിരിക്കും ഈ വർഷത്തെ ബിറ്റ്സാറ്റ് ഓൺലൈൻ എൻട്രൻസ് എക്സാം ആരംഭിക്കുക. ഏപ്രിൽ 9 വരെ BITSAdmission.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. 2 പരീക്ഷകളിലെയും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ പരിഗണിച്ചാണ് പ്രവേശനം. 2022 +2 പാസ്സായവർക്കും 2023 വിവിധ ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം. +2-ന് 75% മുകളിൽ മാർക്ക് ലഭിച്ചവർക്ക് മാത്രമേ പ്രവേശനത്തിന് യോഗ്യത ലഭിക്കൂ. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ. മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ, ഫയർ എഞ്ചിനീയറിംഗ്, MSc ഫോട്ടോണിക്സ് പോലെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് ക്യാമ്പസിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനും MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കുമുള്ള CAT 2023 ഓൺലൈൻ എൻട്രൻസ് എക്സാം ഏപ്രിൽ 29, 30, മെയ് 1 തീയതികളിൽ. ഓൺലൈൻ എൻട്രൻസ് എക്സാം കേരളത്തിനകത്ത് എല്ലാ ജില്ലകളിലും വെച്ച് നടക്കുകയും ചെയ്യും. ഓൺലൈൻ ആപ്ലിക്കേഷൻ admissions.kusat.ac.in എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് 10 വരെ അപേക്ഷിക്കുവാൻ സാധിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്രാഷ് കോഴ്സ് 2023 നമുക്കറിയാം, മെഡിക്കൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നീറ്റ് മെയ് 7-നാണ്. എഞ്ചിനീയറിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കീം മെയ് 17. സോ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മെഡിക്കൽ ഫീൽഡും എഞ്ചിനീയറിംഗ് ഫീൽഡും എല്ലാം സ്വപ്നം കാണുന്ന +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായുള്ളത്. ഈ ചുരുങ്ങിയ നാൾ കൊണ്ട് നീറ്റ്, കീം എന്നീ എൻട്രൻസ് എക്സാമിന് വിജയിക്കാൻ ബ്രില്യൻറ്റ് ക്രാഷ് കോഴ്സ് സജ്ജമായിരിക്കുന്നു. ഒരു പക്ഷേ +2 കഴിഞ്ഞ കുറച്ച് വിദ്യാർത്ഥികൾ ബോർഡ് എക്സാമിന് ശേഷമാണ് എൻട്രൻസ് എക്സാമിനെ കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കുന്നത്. അവർക്കായി വ്യക്തമായ പ്ലാനുമായിട്ടാണ് ക്രാഷ് കോഴ്സിന്റെ ഓൺലൈൻ, ഓഫ്ലൈൻ പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. CBSE, ICSE സിലബസിലെ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും ബോർഡ് എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ മാർച്ച് 18-ാം തീയതി ക്രാഷ് കോഴ്സിന്റെ ഈ പുതിയ ബാച്ച് ആരംഭിക്കുന്നു. സ്റ്റേറ്റ് സിലബസുകാർക്കും CBSE, ICSE, നീറ്റ് ലക്ഷ്യം വെക്കുന്ന മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും ഏപ്രിൽ 1-ാം തീയതി ആരംഭിക്കുന്ന ക്രാഷ് കോഴ്സിലേക്കും ജോയിൻ ചെയ്യാം. അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് ഈ വർഷം 2 അവസരങ്ങൾ. ഏപ്രിൽ 21-നും മെയ് 5-നും ഓൺലൈൻ എൻട്രൻസ് എക്സാം. ഇതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അമൃതയുടെ 5 ക്യാമ്പസുകളിലാണ് BTechന് പ്രവേശനം ലഭിക്കുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, അമരാവതി, അമൃതപുരി എന്നീ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനാണ് amrita.edu എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊൽക്കത്ത ക്യാമ്പസിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് മെയ് 14-ന് എൻട്രൻസ് എക്സാം. +2 കഴിഞ്ഞവർക്കും ഈ വർഷം വിവിധ ബോർഡ് എക്സാം എഴുതുന്നവർക്കും അപേക്ഷിക്കാം. എൻട്രൻസ് എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. വെബ്സൈറ്റ് isical.ac.in. കോമറ്റ് കെ കർണാടകത്തിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രവേശനത്തിനായി ഏപ്രിൽ 24 വരെ അപേക്ഷിക്കാം. 180 സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 20,000-ഓളം BTech സീറ്റുകളാണ് ഈ പ്രവേശന പരീക്ഷയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 2023 മെയ് 28-നാണ് ഈ വർഷത്തെ എൻട്രൻസ് എക്സാം. cometk.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. മാത്തമാറ്റിക്സിലെയും ബന്ധപ്പെട്ട വിഷയങ്ങളിലെയും പഠനത്തിനും ഗവേഷണത്തിനും അനുയോജ്യമായ ഇന്ത്യയിലെ ഏറ്റവും മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടുത്തെ ബിരുദ പ്രവേശനത്തിന് മെയ് 7-നാണ് പ്രവേശന പരീക്ഷ. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവയായിരിക്കും കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. ഓൺലൈൻ ആപ്ലിക്കേഷൻ cmi.ac.in/admissions എന്ന വെബ്സൈറ്റ് വഴി ആരംഭിച്ചു. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.